നേരം 10 മണിയായി, നിനക്കിതുവരെ എണിക്കാറായില്ലേ? ആ സാനയിലും ലൈനും കണ്ടുപിടിക്കുക. അവരാണെങ്കിൽ നേരത്തെ എണീച്ച് അവരവരുടെ കാര്യം നോക്കും. ഇവിടെയും തീർത്തി രാവിലെ എണിക്കൂല, നനയ്ക്കൂല, കുളിക്കൂല, ഏത് നേരം കിടന്നുറങ്ങും. സമ്മതിക്കലൊന്നും പറഞ്ഞു. എന്ത് കഷ്ട. ടൈം എത്രേ? എടി, നീ ഇതുവരെ എണിച്ചില്ലേ? സാർ ചേച്ചി ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ. നീ വേഗം റെഡിയാവാൻ നോക്കിയേ. മമ്മ, ഞാൻ പോയിട്ട് വരേ. നീ വല്ലത് കഴിച്ചിട്ട് പോടി. ഞാൻ നേരെ വീട്ടിൽ നിന്ന് കഴിച്ചോളാം. ഈ പെണ്ണ് ആര് രാവിലെ തന്നെ മിളക്കൊച്ചു? എന്തേ ഇത്ര നേരത്തെ തന്നെ? പപ്പയ്ക്ക് എന്താ കണ്ണു കണ്ടോടെ? നേരം 10:30 കഴിഞ്ഞ്. ഈ ഇടയ്ക്കേട്ട് എന്നെ കളിയാക്കൽ കൂടുന്നുണ്ട്. എവിടെ എന്റെ മെറിമമ്മി? കുറച്ച് കാലായി കുത്തിരിപ്പൊക്കെ ഉണ്ടായിട്ട്. മെറിമമ്മി, എടി എടി, ഞാൻ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുന്നത് നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? എന്ത്? ഞാനിപ്പോ സമാധാനക്കേടായില്ലേ? ഇത്രയും കാലം നിങ്ങളെ സഹിക്കായിരുന്നില്ലേ? നിങ്ങൾക്ക് പണ്ടത്തെ പോലെ എന്നോട് സ്നേഹമില്ലാത്ത. നിങ്ങൾ ഈ പിള്ളേരെ മൂത്തിക്ക് പറയുന്നത് എന്റെ മൂത്തിക്ക് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ഫുഡില്ല മനുഷ്യ. അങ്ങനെയല്ല, അവള് ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് നീ ഇങ്ങനെ. നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾക്ക് ഫുഡില്ല എന്ന് പറഞ്ഞാൽ ഫുഡില്ല. അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞല്ലോ. ഇവിടെ നിൽക്കുന്നത് അത്രയ്ക്ക് സേഫ് അല്ല. ലയ, എത്തിയാ? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഞാൻ താഴത്ത് മമ്മയുടെയും പപ്പയുടെയും കൂടെ ഉണ്ടായിരുന്നു. അവിടെ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായിട്ടാ വന്നേ. നന്നായി. എന്റെ ഇതൊക്കെ സാർജിച്ച് അറിഞ്ഞാലുണ്ടല്ലോ. വാ, നമുക്ക് കയ്യോടെ വാങ്ങിക്കാം. എത്തിയത് കുറച്ചു നേരം ഉറങ്ങിപ്പോയതാണ്. എനിക്ക് അറിഞ്ഞോണ്ട് ഇത്ര ഉറക്ക പ്രാന്തുള്ള കാര്യം. ഓ, നിന്റെ ഉറക്കം. വാ, നമുക്ക് സാരച്ചിട്ട് പോവാ. പേടിപ്പിക്കുന്നോ? ചുമ്മാ ഒരു രസം. എവിടെ പോയി കിടക്കായിരുന്നു? ഒരു കാര്യമുണ്ട്. എന്താ കാര്യം ചേച്ചി? നമ്മുടെ വിസ റെഡി ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് പോണം. വിസയോ? എന്തിനാ ചേച്ചി? നീ അറിഞ്ഞില്ലേ? ഇല്ല. ഞാനും അറിഞ്ഞില്ലേ. വാ, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഓ, ഇവളെമാരെ കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അമേരിക്ക കൊണ്ട കാര്യം? അവിടെ എന്താ വെച്ച കാര്യം? വീട്ടുകാരാണോ? ഞങ്ങളറിയാത്ത സംതിങ്. എന്താണ് ഇരിക്കുന്നത്? ഇച്ചിരി ഡൗട്ട് വയ്ക്കാൻ പാടില്ലേ? ജസ്റ്റ് 1 മിനിറ്റ്. ലയ, എനിക്കൊരു അഗാധമായൊരു ഡൗട്ട്. ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് ബോളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളെ കണ്ടപ്പം മാറി നിൽക്കും. എന്നെങ്ങാനും അമേരിക്കയില് സംതിങ്. അവളുടെ ഒരു സംതിങ് കിട്ടിയതൊന്നും പോരാല്ലേ?
Ooh, what the fuck? മിസ്റ്റർ മാത്യു, എത്ര നാൾ നീ ഒളിഞ്ഞിരിക്കും? ഇനി നമ്മൾ തമ്മിൽ നേരിട്ട് കാണുമ്പോൾ നിന്റെ അന്ത്യമായിരിക്കും. ഇച്ചായ, അവരുടെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. മാത്യു അമേരിക്കയിലുണ്ടെന്നാ കേട്ടെ. ഇച്ചായ, അവരുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ആ പെൺകുട്ടീനെ കിഡ്നാപ്പ് ചെയ്യാനാണ്. ഏത് പെൺകുട്ടി? ഇച്ചായ, കേട്ടോടത്തോളം അവൾ USA ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന പെൺകുട്ടിയാണ്. ജെറീൻ, ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് എടുക്കണം. നാളെ നമുക്ക് USA പോണം. ബാഗൊക്കെ പാക്കിങ് കഴിഞ്ഞു. ദൈവമേ, അമേരിക്കയിൽ വെച്ചിട്ട് ഒരു കെട്ടിലും ചെക്കാൻ സെറ്റാക്കിയായിരുന്നു ഈശ്വരാ. എന്നാലെന്തോ മറന്ന പോലെ. നീ ഇതെങ്ങോട്ട് ഈ പെട്ടിയും കടക്കൊക്കെ എടുത്ത്? ഇത്ര നേരം എന്തോ മറന്നായിരുന്നു. ഇതാണ് ദൈവം ഞാൻ മറന്നത്. ലയ, എനിക്കൊരു അബദ്ധം പറ്റിയടി. എന്തബദ്ധം? അത് നമ്മൾ അമേരിക്ക പോണതായിരുന്നു. ചെറുതായിട്ട് അമ്മയോട് ഞാൻ പറയാൻ മറന്നു. സബാഷ്. എന്നാ പിന്നെ ഞങ്ങള് പോവാട്ടാ. എടി പിശാശ ഇടപെടടി. ഇതാ ഞങ്ങളിപ്പോ എത്തും. ആരടി വിളിച്ചേ? പറയടി, നീ എങ്ങോട്ടാ പോണേ? മമ്മി, അത് ഞാൻ. ഉരുണ്ട കളിക്കാതെ കാര്യം പറയടി. മമ്മി, ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേൾക്കാം. എനിക്കും ലൈക്കും സാറേച്ചിക്കും അമേരിക്ക യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ കിട്ടി. സോ വി ആർ നൗ ഗോയിങ് ടു അമേരിക്ക. എന്ത്? അമേരിക്കയോ? നീ അമേരിക്കയിലും പോണില്ല, എവിടെയും പോണില്ല. അങ്ങനൊന്നും പറയാൻ പറ്റൂല. എനിക്ക് പോകണം. പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? അമേരിക്കയിലൊന്നും പോണ്ട. നിനക്കുള്ള അഡ്മിഷൻ ഇവിടെ നാട്ടിലെ ശരിയാക്കി തരാം. മമ്മ പ്ലീസ് പ്ലീസ് ഒന്ന് സമ്മതിക്കും മമ്മ. എന്റെ ആഗ്രഹമല്ലേ, പ്ലീസ് മമ്മ. ആ, ഇതാര് ഡേവിസ് ജയനോ? ആ, എന്താ ഡേസി, നല്ല ദേഷ്യത്തിലാണല്ലോ. ഡേവിസ് പപ്പ നോക്കൂ അപ്പ, മമ്മ അമേരിക്ക പോകുന്നു സമ്മതിക്കണില്ല. എന്താ ഡേസി അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറയുന്നേ? എന്റെ പൊന്നിച്ചായ, ഞാൻ ഇപ്പഴാ കാര്യം അറിയുന്നേ. ഇവളിപ്പഴാ എന്നോട് പറയുന്നേ. മോളെ, നീ എന്താ മമ്മിയോട് പറയാണ്ടിരുന്നേ? പപ്പ, അത് പിന്നെ അമേരിക്കയില് പോണ സന്തോഷത്തിൽ ഞാൻ അത് മമ്മിയോട് പറയാൻ മറന്നുപോയി. ഓ ഓ ഓ, മറന്നു പോയതാലേ. ഇത്രയും ബുദ്ധിയും ബോധമുള്ള എന്റെ കൊച്ചിനെ ഞാൻ എങ്ങനെ ഇച്ചായ അമേരിക്കയിൽ അയക്കുന്നേ? അവിടെ പോയിട്ട് എന്തൊക്കെ കാണിക്കുന്ന തമ്പുരാനറിയാം. മമ്മ പ്ലീസ് മമ്മ ഒന്ന് സമ്മതിക്കില്ല. കുഞ്ഞു മമ്മല്ലേ, ഞാൻ നല്ല കുട്ടിയായിട്ടിരുന്നു മര്യാദക്ക് പഠിച്ചോളാം. ഒരു വൃത്തികേട് ഉണ്ടാക്കില്ല. അവളുടെ ഒരു ആഗ്രഹല്ലേ, വിട്ടേക്ക്. അവരവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ. എനിക്ക് നീ പോണോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നിന്നെ കുറിച്ച് പേടിയുണ്ട്. അവിടെ അന്യ നാടാണ്, നീ ഇതുവരെ പോയിട്ടില്ല. അതൊക്കെയാണ് മമ്മിക്ക് പേടി. ഡേസി മമ്മി, ഒരു പേടിയും പേടിക്കണ്ട. ഞാനില്ലേ, ഞാൻ അവളെ നോക്കിക്കോളാം. ഡേസി, നമ്മുടെ മക്കളല്ലേ, ഒന്ന് സമ്മതിച്ചു കൊടുക്ക്. ഓക്കെ ഓക്കെ, സമ്മതിച്ചു തന്നിരിക്കുന്നു. അവിടെ പോയിട്ട് കുരുത്തക്കേടൊന്നും കാണിക്കാണ്ട് മര്യാദക്ക് പഠിക്കണം. ഈ പെണ്ണ് എന്നാ വേഗം റെഡിയാവും, ഇപ്പൊ തന്നെ ലേറ്റ് ആയി.
സൂക്ഷിച്ചൊക്കെ പോണം. കറക്റ്റ് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. ആരോഗ്യമൊക്കെ നല്ലോണം നോക്കിക്കോളൂ. ഡെയിലി വിളിക്കണം. അവിടെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പറയണം ഞങ്ങളോട്. ഓ എന്റെ പൊന്നമ്മമാരെ, എയർപോർട്ട് എത്ര വരെ നിങ്ങൾ ഇതന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കണേ? ഒന്ന് മാറ്റി പിടിക്കൂ. ആ പറയാനുണ്ട്, അവിടെ എത്തിയിട്ട് നല്ലോണം പഠിക്കണം. അല്ലാതെ വേറെ വല്ല അലമ്പിനും പോയെന്ന് അറിഞ്ഞ അടുത്ത ഫ്ലൈറ്റിന് ഞങ്ങൾ അങ്ങോട്ട് എത്തും. ഛേ, ആ മൂടങ്ങ് പോയി. അല്ല ചേച്ചി എവിടെ? ഓക്കെ ഫൈൻ, ബാക്കി ടീച്ചേഴ്സ് നമുക്ക് അവിടെ വന്നിട്ട് നോക്കാം. കർത്താവേ, അവിടെ എത്തിയിട്ട് നല്ലൊരു ചെറുക്കനെ എന്റെ കൺമുന്നിൽ എത്തിച്ചേർന്നേ. എക്സ്ക്യൂസ് മീ. Hey, that's my seat. സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. മലയാളിയാണല്ലേ? ഓ, ബൈ ദ ബൈ, ബ്രോയുടെ പേരെന്താ? I'm a Jackson. ഇരിക്കോ, ഇത് ഫ്ലൈറ്റാ. എന്റെ വായിലിരുന്ന് കേൾക്കുന്നീ. അല്ല, ഇവരൊക്കെ ആരാ? എന്റെ വകയിലെ ഏതോ സിസ്റ്റേഴ്സ് ആയിട്ട് വരും. വകയിലോ? കാണിച്ച് തരാടി തിണ്ടി. എന്റെ പേര് സാര. ഇതെന്റെ സിസ്റ്റർ ലയ. ഇതെന്റെ കസിൻ സിസ്റ്റർ നില. ആ, എന്തിന് അമേരിക്ക പോണേ? ജോബിന് വല്ല ആവശ്യത്തിനാണോ? ഞങ്ങൾ ലോയൽ യൂണിവേഴ്സിറ്റിയിലാ സ്റ്റഡി ചെയ്യുന്നത്. ആ, ഞാൻ ആ കോളേജിൽ തന്നെ പഠിക്കുന്നേ. ഏത് ഡിപ്പാർട്ട്മെന്റാ? ഞങ്ങൾ MBA സെക്ഷനാ. ഓ മൈ ഗോഡ്, നമ്മൾ സെയിം ക്ലാസ് ആണല്ലോ. ജാക്സൺ ബ്രോനെ കിട്ടിയപ്പോ ഞങ്ങൾക്കൊരു സമാധാനായി. എന്നാ കോളേജിൽ വാ, നമുക്ക് അടിച്ചു പഠിക്കാം.